ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മൾ 2024 ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫെയർ 10th ലെവൽ പ്രിലിംസും അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന എക്സാമുകൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയുള്ള കറണ്ട് അഫെയർസ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തത് സെക്കൻഡ് പാർട്ടാണ് എന്ന് വെച്ച് കണ്ടിന്യൂറ്റി ഒന്നുമില്ല. ഇത് കണ്ടിട്ട് അത് കണ്ടാലും മതി. ഒന്നാമത്തെ പോയിന്റ്, കുട്ടികളെ ഇരയാക്കുന്ന അശ്ലീല വീഡിയോകൾ കാണുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതും കൈവശം വയ്ക്കുന്നതും പ്രചരിപ്പിക്കുന്നതും പോക്സോ നിയമത്തിലെ വകുപ്പ് 15 പ്രകാരം കുറ്റകരമാണെന്ന് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി. പോക്സോ നിയമത്തിൽ ചൈൽഡ് പോർണോഗ്രാഫി എന്ന വാക്കിനും കൂടി വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് സുപ്രീം കോടതി. എന്താണ് ഒന്നുകൂടി പറയാം, കുട്ടികളെ ഇരയാക്കുന്ന അശ്ലീല വീഡിയോകൾ കാണുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതും ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരം? വകുപ്പ് 15 പ്രകാരം കുറ്റകരമാണെന്ന് സുപ്രീം കോടതി വിധിച്ചു. ചുഴലിക്കാറ്റ്, മേഘവിസ്ഫോടനം പോലുള്ള പ്രതികൂല കാലാവസ്ഥ മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കുന്ന കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിൻ്റെ പുതിയ 2 സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഏതൊക്കെയാണ്? അർക്ക അരുണിക. പേര് കേട്ടിട്ട് ഒരു അത്യുൽപാദന ശേഷിയുള്ള വിത്തിനം പോലെ ഉണ്ട് അല്ലേ? പക്ഷേ ഇതൊരു സൂപ്പർ കമ്പ്യൂട്ടറാണ്. 2 സൂപ്പർ കമ്പ്യൂട്ടറുകളാണ് അർക്കയും അരുണികയും. ഇതിനു വേണ്ടിയിട്ടാണ് ചുഴലിക്കാറ്റ്, മേഘവിസ്ഫോടനം തുടങ്ങിയ പ്രതികൂല കാലാവസ്ഥ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന സൂപ്പർ കമ്പ്യൂട്ടറുകളാണ്. അടുത്ത പോയിന്റ്, എക്സ്പോസാറ്റിനെ കുറിച്ചാണ്. എല്ലാവരും കേട്ട് കാണും. 2024 ജനുവരി 1 വിക്ഷേപിച്ച ISROയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് എക്സ്പോസാറ്റ്. എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നതാണ് അതിൻ്റെ മുഴുവൻ പേര്. വിക്ഷേപണ വാഹനം PSLV C-58 ഓൾറെഡി ഒരുപാട് PSC എക്സാംസിന് ചോദിച്ചതാണ് ഈ എക്സ്പോസാറ്റിനെ കുറിച്ചുള്ള ചോദ്യം. PSLVയുടെ 60ാമത്തെ ദൗത്യമാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തമോഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നതാണ്. ഈ തമോഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഉപഗ്രഹം അയക്കുന്ന 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആദ്യത്തെ രാജ്യം ഏതാണ്? US ആണ്. ഈ മിഷൻ്റെ ഒപ്പം പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച VSATും വിക്ഷേപിച്ചു. VSAT ഇതിൻ്റെ ഒപ്പം വിക്ഷേപിച്ചു. അതിൻ്റെ ലക്ഷ്യം കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ അൾട്രാവയലറ്റ് വികിരണങ്ങളുടെ സ്വാധീനം മനസ്സിലാക്കുക. VSATിൻ്റെ ലക്ഷ്യം കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ അൾട്രാവയലറ്റ് വികിരണങ്ങളുടെ സ്വാധീനം മനസ്സിലാക്കുക. അടുത്ത പോയിന്റും ISROയുമായി ബന്ധമുള്ളതാണ്. പോയം 3. എന്താണ് പോയം 3? ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമാണ് പോയം 3. ബഹിരാകാശ പ്ലാറ്റ്ഫോം ചെലവ് കുറഞ്ഞ. ഭ്രമണപഥത്തിൽ ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുന്ന റോക്കറ്റുകൾ ദീർഘകാലം അവിടെ അവശിഷ്ടമായി തുടരുകയോ കടലിൽ വീഴുകയാണ് പതിവ്. അതിന് പരിഹാരമായിട്ടാണ് ഈ പോയം ISRO വിക്ഷേപിച്ചത്. തമോഗർത്ത പഠനത്തിനുള്ള എക്സ്പോസാറ്റ് ഉപഗ്രഹവുമായി ജനുവരി 1 വിക്ഷേപിച്ച PSLV C-58 റോക്കറ്റിനെയാണ് ബഹിരാകാശത്ത് മാലിന്യം ഉപേക്ഷിക്കാതെ പൂർണ്ണമായും സംസ്കരിച്ചത്. 650 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലായിരുന്നു വിക്ഷേപണം. ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമാണ് പോയം 3. PSLV C-58 റോക്കറ്റിനെയാണ് ബഹിരാകാശത്ത് മാലിന്യം ഉപേക്ഷിക്കാതെ പൂർണ്ണമായും പോയം 3 സംസ്കരിച്ചത്. അടുത്ത പോയിന്റ്, 2024 നവംബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, ഝാർഖണ്ഡ്. മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലുമാണ് 2024 നവംബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അങ്ങനെ മുഖ്യമന്ത്രിമാരായി മാറിയത് ആരൊക്കെയാണ്? ഝാർഖണ്ഡിലെ നിലവിലെ മുഖ്യമന്ത്രി ഹേമന്ത് സോറനും മഹാരാഷ്ട്രയിലെ ദേവേന്ദ്ര ഫട്നാവിസുമാണ്. ഝാർഖണ്ഡിൽ ഹേമന്ത് സോറൻ, മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ്. അടുത്ത പോയിന്റ്, പാലക്കാട്, ചേലക്കര, വയനാട് ഉപതെരഞ്ഞെടുപ്പുകളെ കുറിച്ചാണ്. കഴിഞ്ഞ ആദ്യഘട്ടത്തിലെ പ്രിലിംസിന് ചോദിച്ച ചോദ്യമായിരുന്നത്. ആദ്യമായിട്ട് ചേലക്കര നിയമസഭാ മണ്ഡലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം, ചേലക്കരയും പാലക്കാടും നിയമസഭാ മണ്ഡലമാണ്, അതേസമയം വയനാട് ലോക്സഭാ മണ്ഡലമാണ്. ആ ക്വസ്റ്റ്യൻ നല്ലൊരു ട്രിക്കി ആയിരുന്നു. നല്ലോണം ശ്രദ്ധിച്ചവർക്ക് മാത്രമേ അത് വേർതിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാവുള്ളൂ. ചേലക്കരയിൽ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് വന്നത് നമുക്ക് നോക്കാം. ചേലക്കരയിലെ MLA ആയിരുന്നത് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന K രാധാകൃഷ്ണനായിരുന്നു. അദ്ദേഹം ഈ അടുത്ത് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന കേന്ദ്രത്തിലേക്കുള്ള ഇലക്ഷനാണ്. പാർലമെൻറ്റ് MP ആവാൻ വേണ്ടിയുള്ള ഇലക്ഷനാണ്. ആ തെരഞ്ഞെടുപ്പിൽ ചേലക്കര MLA ആയിരുന്ന K രാധാകൃഷ്ണൻ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ഒരേ സമയം 2 സ്ഥാനങ്ങൾ തുടരാൻ സാധിക്കില്ല. അതുകൊണ്ട് MLA സ്ഥാനം രാജിവെച്ചു. അങ്ങനെയാണ് ചേലക്കര നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയത്. ഇനി പാലക്കാട് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. പാലക്കാട് MLA ആയിരുന്നത് ആരായിരുന്നു? ഷാഫി പറമ്പിലായിരുന്നു. ഷാഫി പറമ്പിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ലോക്സഭാ ഇലക്ഷനിലേക്ക് മത്സരിച്ചു, വിജയിച്ചു. അപ്പോൾ അവിടുത്തെ MLA സ്ഥാനം രാജിവെച്ചു. വയനാട് എങ്ങനെയാണ്? വയനാട് ഓൾറെഡി ലോക്സഭാ മണ്ഡലം തന്നെയായിരുന്നു. അവിടെ ആരായിരുന്നു? രാഹുൽ ഗാന്ധി ആയിരുന്നു മത്സരിച്ച് വിജയിച്ചത്.
എന്നാൽ രാഹുൽ ഗാന്ധി റായ്ബറേലിയിലും വയനാട്ടിലും ഒരേ സമയത്ത് MP ആയതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് MP സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അങ്ങനെ വയനാട്ടിലെ MP സ്ഥാനം രാജിവെച്ചു. അങ്ങനെയാണ് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നത്. ചേലക്കരയിൽ വിജയിച്ചത് ഇടത് സ്ഥാനാർത്ഥി UR പ്രദീപാണ്. അതേസമയം പാലക്കാട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു. ഇത് രണ്ടും നിയമസഭാ മണ്ഡലമായിരുന്നു. അവർ രണ്ടുപേരും MLA ആയി. ഇനി വയനാട് നിന്നും ലോക്സഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് പ്രിയങ്ക ഗാന്ധിയാണ്. അതോടുകൂടി നിലവിലെ ലോക്സഭയിലെ വനിതാ പ്രാതിനിധ്യം 74 നിന്ന് 75 ആയി ഉയർന്നു. അതൊരു ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റാണ്. 74 നിന്ന് 75 ആയി ഉയർന്നു. ലോക്സഭയിലെ വനിതാ പ്രാതിനിധ്യം 13.6 നിന്നും 13.8% ഉയർന്നത്. അടുത്ത പോയിന്റ് എൻ്റെ ഭൂമി എന്ന് പറയുന്ന ഒരു പോർട്ടലിനെ കുറിച്ചാണ്. എൻ്റെ ഭൂമി റവന്യൂ രജിസ്ട്രേഷൻ സർവേ വകുപ്പുകളിലെ വിവിധ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പോർട്ടലാണ് എൻ്റെ ഭൂമി. റവന്യൂ രജിസ്ട്രേഷൻ സർവേ വകുപ്പുകളിലെ വിവിധ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പോർട്ടലാണ് എൻ്റെ ഭൂമി. ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യ ഗ്രാമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉജാർ ഉളുവാർ. കാസർഗോഡ് ജില്ലയിലെ ഒരു ഗ്രാമമാണ് ഉജാർ ഉളുവാർ. ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യ ഗ്രാമം. എല്ലാ ഭൂസേവനങ്ങളും വിരൽത്തുമ്പിൽ കിട്ടുന്ന രാജ്യത്തെ ആദ്യ വില്ലേജ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും കുമ്പള പഞ്ചായത്തിലെ ഈ ഉജാർ ഉളുവാർ തന്നെയാണ്. 2 ക്വസ്റ്റ്യൻസ് ആണ് ഉജാർ ഉളുവാറിനെ കുറിച്ചുള്ളത്. ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യ ഗ്രാമം, എല്ലാ ഭൂസേവനങ്ങളും വിരൽത്തുമ്പിൽ കിട്ടുന്ന രാജ്യത്തെ ആദ്യത്തെ വില്ലേജ്. ഇത് രണ്ടും ഏതാണ്? ഉജാർ ഉളുവാർ, കാസർഗോഡ് ജില്ലയിലെ കുമ്പള പഞ്ചായത്തിലെ. മറ്റൊരു പോർട്ടലാണ് ഐലിംസ്. ഏകദേശം സെയിം ആയിട്ടുള്ള ഒരേപോലെയുള്ള കാര്യങ്ങളാണ് ഈ എൻ്റെ ഭൂമിയിലും ഐലിംസിലും ഉള്ളത്. ഐലിംസിലെ ഭൂമി വാങ്ങി കരമടച്ച രസീത്, പോക്കുവരവ് ചെയ്യുന്നത് അടക്കമുള്ള എല്ലാ സേവനങ്ങളും കിട്ടുന്ന ഒരു പോർട്ടലാണ്. രജിസ്ട്രേഷൻ, റവന്യൂ, സർവേ എന്നീ 3 വകുപ്പുകളുടെയും സേവനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പോർട്ടലാണ് ഐലിംസ്. ഇൻ്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഐലിംസ്. ബെന്നു എന്ന ചിഹ്നഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും അടങ്ങിയ സാമ്പിൾ ശേഖരിച്ച് ഭൂമിയിൽ തിരിച്ചെത്തുന്ന നാസയുടെ ബഹിരാകാശ ദൗത്യമാണ് ഒസിരിസ് റെക്സ്. അടുത്ത പോയിന്റ് നോക്കാം. ബ്രിക്സ് കൂട്ടായ്മയിൽ പുതുതായി കുറച്ച് രാജ്യങ്ങൾ കൂടി അംഗത്വം നേടി. അപ്പോൾ ടോട്ടലായി 9 രാജ്യങ്ങളാണ് ഇപ്പോൾ അംഗങ്ങളായിട്ടുള്ളത്. ആദ്യം പഴയ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബ്രിക്സിൽ ബ്രസീൽ, ചൈന, റഷ്യ, ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക. ബ്രസീൽ, ചൈന, റഷ്യ, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക ഇത്രയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയതായിട്ട് ചേർന്ന അംഗങ്ങളാണ് ഇറാൻ, UAE, എത്യോപ്യ, ഈജിപ്ത്. ഇറാൻ, UAE, എത്യോപ്യ, ഈജിപ്ത്. അങ്ങനെ മൊത്തം 9 ബ്രിക്സിലെ അംഗസംഖ്യ. 2023 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ജോഹനാസ്ബർഗ് ആണ്. 2023 ജോഹനാസ്ബർഗ്. നേരത്തെ അർജന്റീന ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമാകാൻ താല്പര്യപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് ആ തീരുമാനം പിൻവലിച്ചു. ബ്രിക്സ് രൂപീകരിച്ചത് 2006 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിക്സ് രൂപീകരിച്ചത് എന്നാണ് 2006. രൂപീകരിക്കുന്ന സമയത്ത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന പേരിലുള്ളതുപോലെ BRICS. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നിവയായിരുന്നു അംഗങ്ങൾ. 2010 ദക്ഷിണാഫ്രിക്ക കൂടി ചേർന്നത്. 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റഷ്യയിലെ കസാനാണ്. ഇതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രിലിംസിലെ ചോദ്യം. 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റഷ്യയിലെ കസാൻ. 2025 വേദി ബ്രസീൽ. ഒന്നുകൂടി പറയാം വേദികൾ. 2023 വേദി ജോഹനാസ്ബർഗ്, 2024 വേദി റഷ്യയിലെ കസാൻ, 2025 വേദി ബ്രസീൽ. 2006 രൂപീകരിച്ചത്. രൂപീകരിക്കുന്ന സമയത്ത് BRIC ബ്രസീൽ, ചൈന, റഷ്യ, ഇന്ത്യ എന്നിവയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 2010 ബ്രിക്സിൻ്റെ അവസാനത്തെ S സൗത്ത് ആഫ്രിക്ക കൂടി ചേർന്നത്. പുതുതായി ചേർന്ന അംഗങ്ങൾ ഇറാൻ, UAE, എത്യോപ്യ, ഈജിപ്ത്. അടുത്ത പോയിന്റ് GSAT-20 കുറിച്ചാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും ഇൻ്റർനെറ്റ് ലഭ്യമാക്കാനുള്ള ബ്രോഡ്ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹമാണ് GSAT-20. അതിൻ്റെ മറ്റൊരു പേരാണ് GSAT-N2. ഫാൽക്കൺ 9 റോക്കറ്റിലാണ് GSATൻ്റെ വിക്ഷേപണം. ഇതിൻ്റെ നിർമ്മാണം ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. രാജ്യത്തെ ഏറ്റവും വലിയ കടൽപ്പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഏതായിരുന്നു അത്? ശിവടി നവസേന അടൽ സേതു. എന്നാണ് ഉദ്ഘാടനം ചെയ്തത്? 2024 ജനുവരി 12. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് ശിവടി നവസേന അടൽ സേതു അഥവാ അടൽ സേതു മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് പാലം. അങ്ങനെ 2 പേരുകളാണുള്ളത്. ശിവടി നവസേന അടൽ സേതു അല്ലെങ്കിൽ അടൽ സേതു മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് പാലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപ്പാലം എന്ന് ചോദിച്ചാലും ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലം എന്നൊക്കെ ചോദിച്ചാലും ഇത് തന്നെയാണ് ഉത്തരം. കാരണം ഇതിൻ്റെ നീളം 21.8 കിലോമീറ്റർ ആണ്. 21.8 കിലോമീറ്റർ. കടലിന് മുകളിലൂടെ പോകുന്നത് 16.5 കിലോമീറ്റർ ആണ്.
ഇതിന് സാമ്പത്തിക സഹായം നൽകിയ രാജ്യം ജപ്പാനാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായ അടൽ സേതുവിൻ്റെ നീളം 21.8 കിലോമീറ്റർ, 16.5 കിലോമീറ്റർ കടലിന് മുകളിൽ ജപ്പാൻ സഹായം 2024 ജനുവരി 12 ഉദ്ഘാടനം ചെയ്തു. ജെയിംസ് വെബ് ടെലസ്കോപ്പിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫെയറാണ്. 2024 ജനുവരിയിൽ ഏറ്റവും പഴക്കമേറിയ ദൂരെയുള്ളതുമായ തമോഗർത്തങ്ങളെ കണ്ടെത്തിയ നാസയുടെ ബഹിരാകാശ ടെലസ്കോപ്പാണ് ജെയിംസ് വെബ്. 2024 ജനുവരിയിൽ ഏറ്റവും പഴക്കമേറിയതും ദൂരെയുള്ളതുമായ തമോഗർത്തങ്ങളെ കണ്ടെത്തിയ നാസയുടെ ബഹിരാകാശ ടെലസ്കോപ്പാണ് ജെയിംസ് വെബ്. ജെയിംസ് വെബ് വിക്ഷേപിച്ചത് 2021 അടുത്തത് ഭാരതരത്ന പുരസ്കാരങ്ങളാണ്. 2024 ഭാരതരത്ന ലഭിച്ച ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ആളാണ് MS സ്വാമിനാഥൻ. മരണാനന്തരമാണ് ലഭിച്ചത്. നമുക്കറിയാം അദ്ദേഹം ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ്. 2023 സെപ്റ്റംബർ 28 അന്തരിച്ചു. അടുത്ത ആളാണ് ചരൺ സിംഗ്. അദ്ദേഹത്തിന് മരണാനന്തരം തന്നെയാണ്. PV നരസിംഹറാവു ആണ് അടുത്ത ആൾ, മരണാനന്തരം. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി, ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി എന്നിവയൊക്കെ അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളാണ്. അടുത്ത ആൾ കർപ്പൂരി ഠാക്കൂർ, മരണാനന്തരമാണ്. മുൻ ബീഹാർ മുഖ്യമന്ത്രിയാണ്. LK അദ്വാനി. ഭാരതരത്ന ലഭിച്ച 50ാമത്തെ വ്യക്തിയാണ് LK അദ്വാനി. മനുഷ്യ മസ്തിഷ്കത്തെ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഉപകരണങ്ങളുമായി ബന്ധിപ്പിക്കുന്ന വയർലെസ് സംവിധാനമാണ് ന്യൂറാലിങ്ക്. ന്യൂറാലിങ്കിൻ്റെ മേധാവി ആരാണ്? എലോൺ മസ്ക്. മനുഷ്യൻ്റെ തലച്ചോറ് ഉപയോഗിച്ച് യന്ത്രങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയായ ന്യൂറാലിങ്ക് മനുഷ്യനിൽ വിജയകരമായി പരീക്ഷിച്ചത് 2024 ജനുവരി 30. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് FEE അഥവാ ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചത് കോഴിക്കോട് കാപ്പാട് ബീച്ച്. 2024 ഒക്ടോബറിൽ കേന്ദ്ര സർക്കാർ ശ്രേഷ്ഠ ഭാഷാ പദവി നൽകിയ ഭാഷകളാണ് മറാഠി, ബംഗാളി, അസാമീസ്, പാലി, പ്രാകൃത്. ഇതോടെ ക്ലാസിക്കൽ ഭാഷ പദവി ലഭിച്ച ഭാഷകളുടെ എണ്ണം 11 നേരത്തെ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഭാഷകളായിരുന്നു തമിഴ്, ഏറ്റവും ആദ്യം തമിഴ് 2004, പിന്നീട് സംസ്കൃതം 2005, തെലുങ്ക് 2008, കന്നഡ 2008, മലയാളം 2013, ഒഡിയ 2014. ഈ ഭാഷകൾക്കായിരുന്നു ആദ്യമേ ക്ലാസിക്കൽ ഭാഷാ പദവി ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ലഭിച്ചത് ഇതിനൊക്കെയാണ് മറാഠി, ബംഗാളി, ആസാമീസ്, പാലി, പ്രാകൃത്. മൊത്തം 11. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിച്ച് കൃഷി നടത്തുന്നതിന് കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനായി ലോകബാങ്ക് സഹായത്തോടെ സംസ്ഥാന കൃഷി വകുപ്പ് സമർപ്പിച്ച പദ്ധതി കേര. കേരയുടെ ഫുൾ ഫോം കേരള ക്ലൈമറ്റ് റെസിലിയൻറ്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ. കേരള ക്ലൈമറ്റ് റെസിലിയൻറ്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ. ഈ പദ്ധതിയിലൂടെയുള്ള വായ്പ നൽകുന്നത് ലോകബാങ്ക് ആണ്. ഇതിനകത്ത് വരുന്നതാണ് കാർബൺ ന്യൂട്രൽ ആക്കുക, അഗ്രികൾച്ചറിൻ്റെ പ്രോത്സാഹനം, സൗരോർജ്ജ കൊയ്ത്ത് തുടങ്ങിയ ആശയങ്ങൾ. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി സർക്കാർ പ്രഖ്യാപിച്ച സ്കോളർഷിപ്പാണ് മാർഗദീപം പദ്ധതി. കേന്ദ്ര സർക്കാരിൻ്റെ സ്കോളർഷിപ്പുകളൊക്കെ റദ്ദാക്കിയ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരാണ് മാർഗദീപം പദ്ധതി കൊണ്ടുവന്നത്. 1 മുതൽ 8 വരെയുള്ള ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പാണിത്. അടുത്തൊരു പദ്ധതിയാണ് K-ലിഫ്റ്റ്. 1 വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് K-ലിഫ്റ്റ്. അതിൻ്റെ ഫുൾ ഫോം കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ. ഇതൊരു പ്രത്യേക ഉപജീവന പദ്ധതിയാണ്. ഇനി 2024 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ചില പദ്ധതികളാണ് പറയുന്നത്. പ്രധാനമന്ത്രി മുദ്രാ യോജന സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് വായ്പ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ്. ഇത് പ്രകാരം മുദ്ര പദ്ധതിയുടെ വായ്പാ പരിധി 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം വരെയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അടുത്ത ഒന്നാണ് NPS വാത്സല്യ. മൈനറായിട്ടുള്ള കുട്ടികൾക്ക് പ്രഖ്യാപിക്കപ്പെട്ട ഒരു പെൻഷൻ പദ്ധതിയാണ് NPS വാത്സല്യ. മറ്റൊന്ന് പ്രധാനമന്ത്രി സൂര്യോദയ യോജന. ഇന്ത്യയിലെ 1 കോടി കുടുംബങ്ങൾക്ക് പുരപ്പുറ സൗരോർജ്ജ സംവിധാനം ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സർക്കാർ പദ്ധതിയാണിത്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. പ്രതിമാസം 5 കിലോ അരി സൗജന്യമായി വിതരണം ചെയ്യുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. മത്സ്യസമ്പദ് യോജന. മത്സ്യസമ്പത്തിൻ്റെ വർധനം ലക്ഷ്യമാക്കിയിട്ട് ആവിഷ്കരിച്ച പദ്ധതി. PM സ്വാനിധി. കുടുംബശ്രീ മുഖേന നഗരങ്ങളിലെ തെരുവ് കച്ചവടക്കാർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനായി കേന്ദ്ര ഭവന നഗര കാര്യ മന്ത്രാലയം നടപ്പാക്കുന്ന പദ്ധതി. PM സ്വാനിധി തെരുവ് കച്ചവടക്കാർക്ക്. PM ശ്രീ സ്കൂൾ. പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. PM ശ്രീ സ്കൂൾ പദ്ധതി നിർവഹണ ചുമതല സമഗ്ര ശിക്ഷാ അഭിയാനാണ്. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതിയാണ് PM ശ്രീ സ്കൂൾ. അതിൻ്റെ ടാഗ് ലൈനാണ് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. അടുത്ത ഒന്നാണ് ബ്ലൂ ഇക്കണോമി 2.0. കടൽ വിഭവങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് ബ്ലൂ ഇക്കണോമി 2.0. മറ്റൊന്ന് ചെറുകിട നാമമാത്ര കർഷകർക്ക് ഉറപ്പായ വരുമാന പിന്തുണ നൽകുന്നതിനായി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. എല്ലാവർക്കും അറിയാമായിരിക്കും PM കിസാൻ. അർഹരായവർക്ക് പ്രതിവർഷം 6000 രൂപ നൽകുന്ന പദ്ധതി.
ഗോത്രവിഭാഗങ്ങളുടെ വികസനം ലക്ഷ്യമിട്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് PM ജൻമൻ യോജന. വിഭാഗങ്ങളുടെ വികസനം ലക്ഷ്യമിട്ട്. അടുത്ത ഒന്നാണ് ലഖ്പതി ദീദി. സ്വയം സഹായ സംഘങ്ങളിലെ സ്ത്രീകളെ സഹായിക്കാനുള്ള പദ്ധതിയാണ്. സ്ത്രീകൾക്ക് നൈപുണ്യ പരിശീലനം നൽകുക, അത് അവർക്കൊരു 1,00,000 രൂപ വരെ സമ്പാദിക്കാനുള്ള ഒരു പദ്ധതിയാണിത്. യുവിൻ. രാജ്യത്ത് ഇന്ദ്രധനുഷ് ദൗത്യത്തിൻ്റെ ഭാഗമായി നടക്കുന്ന വാക്സിൻ കുത്തിവയ്പ്പ് ഏകോപിപ്പിക്കുന്നതിനും വിവരങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനും സജ്ജമായൊരു പോർട്ടലാണ് യുവിൻ. 2024-25 കേന്ദ്ര ഇടക്കാല ബജറ്റിൽ കൂടുതൽ പെർസെൻറ്റേജ് വരവുള്ളത് കടമെടുപ്പും മറ്റ് ബാധ്യതകളിൽ നിന്നാണ്. അതായത് 28% വരവ്, കടമെടുപ്പ്, മറ്റ് ബാധ്യതകൾ. ഏറ്റവും കുറവുള്ളത് കടമില്ലാത്ത മൂലധന രസീതുകൾ 1%. അപ്പോൾ വരവിൽ ഏറ്റവും കൂടുതലുള്ള കടമെടുപ്പ് മറ്റ് ബാധ്യതകൾ 28%, കുറവ് കടമില്ലാത്ത മൂലധന രസീതുകൾ 1%. ഇനി ചെലവ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെലവുള്ളത് പലിശ അടവ്, സംസ്ഥാന തീരുവയും നികുതി വിഹിതവും. സംസ്ഥാന തീരുവയും നികുതി വിഹിതവും അത് 20%. ഏറ്റവും കുറവ് ചെലവ് വരുന്നത് പെൻഷനാണ്, അത് 4%. അടുത്തത്, തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച് നേട്ടത്തിലെത്തിയത് നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 3ാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുന്നതോട് കൂടിയിട്ട് നിർമ്മല സീതാരാമൻ ഏറ്റവും കൂടുതൽ തുടർച്ചയായി ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡിൽ CD ദേശ്മുഖിനൊപ്പം എത്തി. അതായത് 7 ബജറ്റുകൾ അവതരിപ്പിച്ചു. നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 6.5 മുതൽ 7% വരെ ആയിരിക്കുമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ട്. ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത ഇന്ദിരാഗാന്ധി ആണെങ്കിലും പൂർണ്ണസമയ ധനമന്ത്രിയുടെ റോളിലെത്തുന്ന ആദ്യ വനിതയാണ് നിർമ്മല സീതാരാമൻ. 1969 കോൺഗ്രസ് പിളർപ്പിനെ തുടർന്ന് മൊറാർജി ദേശായി പുറത്തായപ്പോഴാണ് 1970 ബജറ്റ് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അവതരിപ്പിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ ആദ്യമായിട്ട് പൂർണ്ണസമയ ധനമന്ത്രിയുടെ റോളിലെത്തുന്ന ഒരു വനിതയാണ് നിർമ്മല സീതാരാമൻ. ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡും നിർമ്മല സീതാരാമൻ തന്നെയാണ്. അതായത് 2 മണിക്കൂറും 40 മിനിറ്റും. അടുത്തത് ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ഇത് ആരംഭിച്ചത് 2018 സെപ്റ്റംബർ 23-നാണ്. ആയുഷ്മാൻ ഭാരത് ആരംഭിച്ചത് 2018 സെപ്റ്റംബർ 23. 70 വയസ്സ് കഴിഞ്ഞവർ എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് വഴി സൗജന്യ ചികിത്സ ലഭിക്കുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ദേശീയ പൊതുജനാരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണിത്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻധൻ ആരോഗ്യ യോജന, അതാണ് മുഴുവൻ പേര്. ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നു. അടുത്ത ഒരു പദ്ധതിയാണ് ഉഡാൻ. ഉദയ് ദേശ് കാ ആം നാഗരിക് എന്നതാണ് അതിൻ്റെ പൂർണ്ണരൂപം. ഉഡാനിൻ്റെ പൂർണ്ണരൂപം. വിമാനയാത്ര താങ്ങാനാവുന്നതും ഇന്ത്യയിലെ സാമ്പത്തിക വികസനം മെച്ചപ്പെടുത്തുന്നതാക്കുന്നതുമാണ് ഇതിൻ്റെ ലക്ഷ്യം. പ്രാദേശിക എയർപോർട്ടുകളുടെ വിപുലീകരണത്തിലൂടെ റീജിയണൽ കണക്ടിവിറ്റി ഉറപ്പാക്കുക, അതും കൂടി ഇതിൻ്റെ ലക്ഷ്യമാണ്. PM ഗതി ശക്തി. രാജ്യത്തെ 1200-ലധികം വ്യവസായ മേഖലകളെ ബഹുതല മാതൃകയിൽ ബന്ധിപ്പിക്കുന്ന ആദ്യ ദേശീയ അടിസ്ഥാന സൗകര്യ മാസ്റ്റർ പ്ലാനാണ് PM ഗതി ശക്തി. രാജ്യത്തെ 16 മന്ത്രാലയങ്ങളും 7 മുഖ്യ അടിസ്ഥാന വികസന പദ്ധതികളെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്ന് പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് ഈ പദ്ധതി, PM ഗതി ശക്തി. അടുത്തത് ISROയുടെ ഒരു ദൗത്യമാണ് മിഷൻ ദിവ്യാസ്ത്ര. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആണവായുധ വാഹക ശേഷിയുള്ള അഗ്നി 5 മിസൈലിൻ്റെ പരീക്ഷണ ദൗത്യമായിരുന്നു മിഷൻ ദിവ്യാസ്ത്ര. ഈ പരീക്ഷണം വിജയകരമായിരുന്നു. DRDO തദ്ദേശീയമായി വികസിപ്പിച്ച ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5. ഈ പരീക്ഷണത്തിൻ്റെ പേരാണ് മിഷൻ ദിവ്യാസ്ത്ര. ഇതിൻ്റെ ദൂരപരിധി 5500 കിലോമീറ്ററിലധികമാണ്. പരമാവധി വേഗത എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ 24 മടങ്ങാണ്. തദ്ദേശീയമായി വികസിപ്പിച്ച മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ MIRV, മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ എന്ന ഒരു സാങ്കേതികവിദ്യയാണ് അഗ്നി 5 മിസൈലിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ MIRV എന്നതാണ് അതിൻ്റെ ഷോർട്ട്. MIRV സാങ്കേതികവിദ്യ സ്വന്തമാക്കുന്ന 6ാമത്തെ രാജ്യമായി ഇന്ത്യ. നിലവിൽ US, റഷ്യ, UK, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങൾക്കാണ് ഈ സാങ്കേതികവിദ്യ ഉള്ളത്. മിഷൻ ദിവ്യാസ്ത്രയുടെ പ്രോഗ്രാം ഡയറക്ടറായിരുന്നു ഷീന റാണി. ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രം നിലവിൽ വന്നത് ചണ്ഡീഗഡ്. ഇന്ത്യയിൽ ചെറുധാന്യങ്ങളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പുതിയ വാക്ക് ശ്രീ അന്ന. ഏറ്റവും അധികം ആളുകൾ ഒരേ സമയം സൂര്യനമസ്കാരം ചെയ്യുന്ന രാജ്യം എന്ന നിലയിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ രാജ്യം ഇന്ത്യ. RBIയുടെ റിപ്പോർട്ട് പ്രകാരം 2021
2024 കാലയളവിൽ രാജ്യത്തിൻ്റെ ശരാശരി വളർച്ചാ നിരക്ക് 8%. ഇത് RBIയുടെ റിപ്പോർട്ടാണ്. പിന്നെ കാലഘട്ടം 2021 മുതൽ 2024 വരെയാണ്. രാജ്യത്തിൻ്റെ ശരാശരി വളർച്ചാ നിരക്ക് 8%. പോർച്ചുഗലിലെ പ്രശസ്തമായ ഫാൻറ്റാസ് പോർട്ടോ ചലച്ചിത്രോത്സവത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ വ്യക്തി ടൊവിനോ തോമസ്. ഫാൻറ്റാസ് പോർട്ടോ ചലച്ചിത്രോത്സവത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് ടൊവിനോ തോമസ്. 2024 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ഗുജറാത്തിലെ വിമാനത്താവളം ജാംനഗർ വിമാനത്താവളം. ജാംനഗർ വിമാനത്താവളം എവിടെയാണ്? ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ തുരങ്കപാത കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിക്കടിയിലാണ്. ഉദ്ഘാടനം ചെയ്തത് 2024 മാർച്ച് 6. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിൽ 2024 മാർച്ച് 6 ഉദ്ഘാടനം ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ കറണ്ട് അഫെയർ. ആദ്യത്തെ പാർട്ട് കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.